ബംഗ്ലാദേശ് ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ അവിടെ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. സന്യാസിമാരുടെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം തുടരുകയാണ് ഇപ്പോഴും. അതിനിടയിലാണ് ഈ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നത്. നവംബർ 25-നായിരുന്നു ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തതും. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, ഇതിൽ ആശങ്കയുളവാക്കുന്ന മറ്റൊരു കാര്യം ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ ഒരു സാഹചര്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു ഇന്ന് എന്ന വാർത്തയും വരുന്നു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ ചിറ്റഗോങ്ങിലെ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തെ നവംബർ മാസം 25-ാം തീയതി ഉച്ചതിരിഞ്ഞ് ചിറ്റഗോങ് വിമാനത്താവളത്തിൽ നിന്നാണ് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഡിസംബർ മാസം 3-ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ഒരു മാസത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ഹിയറിംഗ് ആരംഭിക്കാൻ പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആശങ്കകൾ വീണ്ടും നിലനിൽക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഭിഭാഷകൻ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലായി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ കൊൽക്കത്തയിലെ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം തിരിച്ച് ചിറ്റഗോങ്ങിലേക്ക് എത്തുമോ, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വാദിക്കാനായി പ്രധാനപ്പെട്ട അഭിഭാഷകൻ തന്നെ എത്തുമോ എന്നൊക്കെയുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ ചിറ്റഗോങ് ചിറ്റഗോങ്ങിലെ ജയിലിൽ കഴിയുന്ന ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനില പലതവണ വളരെ ഗുരുതരാവസ്ഥയിൽ എത്തുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് കൊടിയ പീഡനങ്ങൾ സ്വാഭാവികമായും ആ ജയിലിൽ ഏൽക്കേണ്ടി വരുന്നു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ ഇസ്ലാമിക ഭരണകൂടമാണ്. അവർ സ്വാഭാവികമായും ഏത് രീതിയിലുള്ള പരിഗണനയാകും അദ്ദേഹത്തിന് ജയിലിൽ നൽകുക എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പലതവണ വളരെ സിവിയർ ആകുകയും അതിനെ തുടർന്ന് ചികിത്സ അടിയന്തരമായി നൽകണമെന്ന ആവശ്യം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹവും അവിടുത്തെ ക്രൈസ്തവ ബുദ്ധ സമൂഹവും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ചിറ്റഗോങ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വരുന്നു. കോടതി എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് കോടതിയും വഴങ്ങുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോയത്. നവംബർ മാസം 25-ന് അറസ്റ്റിലായ ഒരു ഹിന്ദു സന്യാസി, അദ്ദേഹത്തിനൊപ്പം മറ്റ് ഏതാണ്ട് 5ഓളം സന്യാസിമാർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. വ്യാപകമായ പ്രതിഷേധം ബംഗ്ലാദേശിനകത്ത് മാത്രമല്ല, ഭാരതം പോലെ ബംഗ്ലാദേശിനെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അവിടുത്തെ കോടതി ചെയ്തത് ഡിസംബർ 3-ന് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ഇതിന്റെ ഹിയറിംഗ് കേൾക്കുവാൻ മാറ്റിവെക്കുന്നത് ജനുവരി മാസം 2-ലേക്ക്, ഇന്നത്തെ ദിവസത്തിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ നോക്കുമ്പോൾ നവംബർ 25 മുതൽ ഇന്ന് വരെയുള്ള ദിവസം നോക്കിക്കഴിഞ്ഞാൽ 39-ാമത്തെ ദിവസമാണിത്. 39 ദിവസം ജാമ്യം കിട്ടാതെ അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയായിരുന്നു. അതിനാൽ ഇന്നത്തെ കോടതിയിലെ സംഭവ വികാസങ്ങൾ വളരെ നിർണായകമാണ്. അനു, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇന്ന് അദ്ദേഹത്തിനായി ഹാജരാകുമെന്ന് അഭിഭാഷകൻ രവീന്ദ്ര ഘോഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗൗതം, എന്തായാലും ഈ അഭിഭാഷകൻ എത്തരുത് എന്നുള്ള ഒരു കോടതിയിൽ എത്തരുത് എന്നുള്ള ഒരു ആവശ്യം ആർക്കൊക്കെ ഉണ്ട് എന്ന് തോന്നിച്ചിരുന്നതിന് മുൻപ് എന്ന പലവിധ റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു, അല്ലേ? അനു, അത് തന്നെയാണ്. അതായത് ഈ അഭിഭാഷകരെ ഭീഷണിപ്പെടുത്തുകയും അഭിഭാഷകരെ വരുത്താതിരിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ പലതവണയായി നടക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ ഇസ്കോണിന്റെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചിറ്റഗോങ്ങിൽ അദ്ദേഹത്തിന്റെ വസതി ആക്രമിക്കുകയും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായ സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ പ്രധാന അഭിഭാഷകൻ അദ്ദേഹം നെഞ്ചുവേദനയെ തുടർന്നാണ്, ചില ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൊൽക്കത്തയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് എത്തും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു വ്യക്തത ഇനിയും നമുക്ക് വരേണ്ടതുണ്ട്. ഈ കേസ് തുടങ്ങുന്ന ഘട്ടത്തിൽ മാത്രം, അല്ലെങ്കിൽ ഇസ്കോണുമായി ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇന്ന് ഇദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നതിലൊരു വ്യക്തത ഈ പുലരിയിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും വലിയ പ്രതിഷേധം ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ അറസ്റ്റിനെ തുടർന്ന് രൂപപ്പെട്ടതാണ്. അദ്ദേഹം അവിടുത്തെ ഹൈന്ദവ, ക്രൈസ്തവ, ബുദ്ധ മതവിഭാഗങ്ങൾ, അതായത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ കൈത്താങ്ങായി അവർക്കിടയിൽ വലിയ സേവന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടത്തുന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കേസാണ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ബംഗ്ലാദേശിന്റെ പതാകയെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ നടന്ന
ഒരു പൊതുപരിപാടിക്കിടയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിക്കിടയിൽ കാവിക്കൊടികൾ ഉയർന്നിരുന്നു. ആ കാവിക്കൊടികൾ ബംഗ്ലാദേശിന്റെ പതാകയെക്കാട്ടിൽ മുകളിലാണ് ഉയർത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സന്യാസിയെ 39 ദിവസം ബംഗ്ലാദേശിലെ ഭരണകൂടം ജയിലിൽ അടച്ചത് എന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നത് വളരെ ആകാംക്ഷയോടെ ഭാരതം പോലുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. അനു. ശരി ഗൗതം.